ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളിതേ ഒരു ഡാം കാണാനായിട്ട് ഇറങ്ങിയാട്ടാ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വിഷ്ണുപത് മന്ദിറിന്റെ അടുത്ത് തന്നെ ഈ ഡാം ഉള്ളത്. നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് അങ്ങോട്ട് ഉള്ളത്. അത്ര വലിയ ട്രാഫിക് ഒന്നും പറയാനില്ല. ദേ നമ്മൾ ഈ കയറുന്ന ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാ ഈ വിഷ്ണുപത് മന്ദിർ ഉള്ളത്. നല്ല കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലം ഉണ്ടാ. ശരിക്കും ശാപം കിട്ടിയ നദിന്നുണ്ടാ ഈ നദീനെ ഇവിടെ എല്ലാവരും പറയണത്. വേനൽക്കാലത്തൊന്നും തീരെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല. ഏകദേശം നമ്മുടെ ആലുവ മണപ്പുറത്തെ പോലെ തന്നെ ഉണ്ടായി ഇവിടെയൊക്കെ. ഈ ബലിതർപ്പണത്തിന്റെ സമയത്തൊക്കെ ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ദേ ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് സീതാകുണ്ടെന്നുണ്ടാ. നമ്മുടെ ഈ ഹിന്ദു പുരാണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള സ്ഥലമുണ്ട് ഇത്. കണ്ട ഇതിന്റെ മുമ്പിൽ കൂടെ ഉണ്ട് ഈ നദി ഒഴുകണത്. അപ്പൊ ഈ വേനൽക്കാലത്ത് കുറച്ചെങ്കിലും വെള്ളം ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡാം കെട്ടിയിട്ടുള്ളത്. ദേ ആ ദൂരെ കാണുന്ന പാലത്തിന്റെ മേലെ കൂടെ ഉണ്ടാ നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഡാം കാണാനായിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ പിള്ളേരൊക്കെ സൈഡിൽ നിന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. കുറെ കാലമായിട്ടൊന്ന് ക്രിക്കറ്റ് കളിച്ച് നോക്കിയാണ്. ആദ്യത്തെ ബോളിൽ തന്നെ കുറ്റിയെറിച്ച്. ഔട്ടായ പിന്നെ നിന്നിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഞങ്ങൾ പയ്യനെ ഡാമിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ഈ പടിമേൽ കുറേ പൊടിമീനുകൾ ഉണ്ട് കേട്ടാ. എന്തിൻ്റെ കുഞ്ഞാണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. കുറേ ഉണ്ട് കേട്ടാ. ഞാൻ ക്യാമറ ആയിട്ട് അടുത്തേക്ക് വന്നപ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് ഓടിപ്പോയി. ഇതിനെ കണ്ടിട്ട് അത്ര വലിയ സൈസ് ആവണ മീനൊന്നും എല്ലാം തോന്നുന്നു കേട്ടാ. ചിലപ്പോൾ ഇത് ഇതിൻ്റെ മാക്സിമം സൈസ് ആയിരിക്കുള്ളൂ. ആ മീനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ദേ ഈ ചങ്ങായി വന്നത്. തീരെ പൊടി കുഞ്ഞണ്ടത്. ഞാൻ ക്യാമറ കുറച്ച് എടുത്ത് പിടിച്ചോണ്ടാണ് ഇച്ചിരിയെങ്കിലും വലിപ്പം തോന്നണത്. മൂർക്കൻ്റെ കുഞ്ഞണ്ടാ. ചെറുതാണെങ്കിലും ഇവൻ ആള് പെശകണ്. മൂർക്കൻ്റെ കുഞ്ഞണ്ടി അതിൻ്റെ മുകളിൽ പടം കണ്ട. ദേ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ താഴെ ഉണ്ടാ ഡാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്ണുപത് മന്ദിർ ഉള്ളത്. ബലിതർപ്പണത്തിൻ്റെ ഒക്കെ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ വിദേശികളൊക്കെ വരും കേട്ടാ. ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ദേ ഇതുണ്ട ഡാം. ഇപ്പോഴും അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ദേ ഇവിടുന്ന് നേരെ നടന്നു പോയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാ ഈ വിഷ്ണുപത് മന്ദിർ ഉള്ളത്. എല്ലാവരും ദേ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കണത്. ദേ വെള്ളമൊക്കെ നല്ല ഫോഴ്സിൽ വീണിട്ട് നല്ല കല്ലങ്ങി മറിഞ്ഞിട്ടാ പൊയ്ക്കൊണ്ടിരിക്കണേ. മുമ്പ് ഒരു വേണം ഞാനിവിടെ വന്നപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അന്ന് ഇഷ്ടം പോലെ നാടൻ വാള, ഈ പരല് അങ്ങനെയുള്ള മീനുകളൊക്കെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഒരെണ്ണത്തിനെ പോലും കാണാനില്ല. ദേ ആ ദൂരെ കാണുന്നുണ്ടാ വിഷ്ണുപത് മന്ദിർ. ദേ ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്ന് വീണിട്ടും ഒരു ചെറിയ ടൈപ്പ് മീൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഏകദേശം ഒരു സക്കറിൻ്റെ ഒക്കെ പോലെ ഉണ്ട് കാണാൻ അതിന്. പക്ഷേ ഈ ഫോണിൻ്റെ ക്യാമറ ആയാലും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കയറി വരുന്ന മീനുകളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങായിരിക്കണത്. ഒരാൾ ദേ താഴെ ഒന്നും മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിൽക്കും വേണ്ട പെട്ടെന്ന് ഭയങ്കര കാറ്റൊക്കെ വീശാൻ തുടങ്ങിയ. നല്ല അടിപൊളി കാറ്റുണ്ട് ഈ വീശിക്കൊണ്ടിരിക്കണേ. നിമിഷ നേരം കൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയത്. കാറ്റിന്റെ പിന്നാലെ തന്നെ മഴയും വന്നിട്ടാ. ഞങ്ങൾ പയ്യനെ മഴ കൊള്ളാണ്ട് ഒരു മരത്തിന്റെ ചോട്ടിലൊക്കെ വന്ന് നിൽക്കണം. മഴ മാറണേ നോക്കിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാ. അവസാനത്തെ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യനെ തിരിച്ചു പോരുവാണ്. വെള്ളം വീഴുമ്പോൾ മീൻ ചാടണ കാണാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാ ഞാൻ പോയത്. പക്ഷേ ഇത്തവണ അതൊന്നും നടന്നില്ല.